എറണാകുളം വിദേശികൾക്ക് കടൽമാർഗവും വിമാനമാർഗവും കൊച്ചിയിലെത്താം. വിദേശികളെക്കാത്ത വളരെയധികം കാഴ്ചകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽപ്പെടുന്ന ഒരു കാഴ്ചയാണ് തേവരയിലെ കേരള ഫോൾക്ലോർ മ്യൂസിയം. മലയാളികൾ വിദേശത്ത് പോയി മ്യൂസിയങ്ങളെ കണ്ടിട്ട് പറയും അടിപൊളിയാണ്. കേരളത്തിലെ ഈ മ്യൂസിയം അടിപൊളിയാണ്. ഒരു പ്രൈവറ്റ് മുതലാളിയുടെ മ്യൂസിയമാണ്. അദ്ദേഹം ശേഖരിച്ച പഴയ കലാരൂപങ്ങളും എല്ലാം ഇവിടെ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നു. നമ്മൾ പോയാൽ മതി. ഈ മ്യൂസിയത്തെ പറ്റി ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കൂ പോകണോ പോകേണ്ടതെന്ന്. ഈ മ്യൂസിയം 3 നിലകളായി തരം തിരിച്ചിരിക്കുന്നു. താഴെ മലബാർ, നടുവിൽ കൊച്ചി, മുകളിൽ തിരുവിതാംകൂർ. അതിൻ്റെ തട്ടുകളാണ് മനസ്സിലാക്കേണ്ടത്. താഴത്തത് മലബാർ മോഡലിലുള്ള തട്ടാണ്. നടുവിൽ കൊച്ചി രാജ്യത്തിൻ്റെ, മുകളിൽ തിരുവിതാംകൂർ ജനങ്ങളുടെ. അവിടെയുള്ള ആ മുകളിലത്തെ തട്ട് 63 ടണ്ണുണ്ട്. ഒറ്റ തൂണ് ഇല്ലാതെയാണ് അവിടെ നിലനിൽക്കുന്നത്. അതിന് മുകളിലോ 333 ദേവതകളുടെ ചിത്രങ്ങളുമുണ്ട്. അത് സൂക്ഷിച്ച് മനസ്സിലാക്കി പഠിക്കാൻ എന്തോരം സമയം വേണം, എന്തോരം ദിവസം വേണം. പക്ഷേ നമുക്ക് കാണാൻ എങ്കിലും പോയിക്കൂടെ? പഠിച്ചില്ലെങ്കിലും മലയാളികളെല്ലാം ഇത് തുടർന്ന് കണ്ട് തീരുമാനിക്കണം അവിടെ പോകാൻ. അവിടെ പോയി കണ്ട് നിങ്ങൾ കേരളത്തെ മനസ്സിലാക്കണം. കേരളത്തിൽ മനസ്സിലാക്കാതെ വിദേശത്ത് പോയിട്ട് എന്ത് കാര്യം? നമ്മൾ ആദ്യം പഠിക്കുന്നത് നമ്മളെ തന്നെയാണ്. എന്നിട്ടാണ് ബാക്കിയുള്ള രാജ്യത്തെ ജനങ്ങളുമായി താരതമ്യപ്പെടുത്തി അവരിൽ നിന്ന് നല്ലത് സ്വീകരിക്കാനുണ്ട് സ്വീകരിക്കുകയും നമ്മുടേതിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ആ കുറ്റങ്ങൾ തീർക്കുകയുമാണ് ഓരോ വിദ്യാഭ്യാസമുള്ള ജനങ്ങളുടെയും കടമ. ആ കടമ നമ്മൾ നിറവേറ്റണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് തുടർന്ന് കണ്ട് നിങ്ങൾ അഭിപ്രായം പറയേണ്ട, പോയി കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ചാനൽ ഷെല്ലി MFലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബും നിങ്ങൾ വീണ്ടും കാണാൻ വരണേ. ഈ മ്യൂസിയം കാണുന്നവരോട് ഒരു വാക്കും കൂടി, ഇവിടെ ആർട്ട് ഫോംസും കാണാം, ക്രാഫ്റ്റ്സ് കാണാം. പല ജനറേഷനിലുള്ള ക്രാഫ്റ്റ്സുകളാണ് ഇവിടെ കാണുന്നത്. അതുപോലെ കേരളത്തിലെ ജുവലറി, ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം പഴയത് ഇവിടെ നമുക്ക് കാണാം. അത് കാണണം നമ്മൾ. എന്നിട്ട് വേണം നമ്മളുടെ ആധുനികത നമ്മൾക്ക് സ്വീകാര്യമാണോ എന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ തുടർന്ന് കണ്ടോളൂ.
പോരായ്മകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. 3 നിലയും നമ്മൾ കയറണം. സ്റ്റെയർകേസ് വളരെ നല്ല ഭംഗിയുള്ളതാണെങ്കിലും കയറാൻ സൗകര്യമുള്ളതാണെങ്കിലും നമ്മൾ കയറിയേ പറ്റൂ. അതിനു പുറമെ ഇവിടെ അടച്ചു വച്ചിരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോകൾ എടുക്കാനും. നമ്മൾ നടക്കുമ്പോൾ തട്ടി വീണു ഉടയാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. വല്ലതും തട്ടി വീണാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതിൻ്റെ സാമ്പത്തിക നഷ്ടം എങ്ങനെയാണ് അവർ ഈടാക്കുമെന്നും എനിക്കറിയില്ല. അങ്ങനെ വരാതിരിക്കട്ടെ. വന്നതായി ആരും പറഞ്ഞ് കേട്ടില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ. മ്യൂസിയം വളരെയധികം ആകർഷണവുമാണ്, വിജ്ഞാനവുമാണ്. അത് മറക്കാതെ വീണ്ടും നിങ്ങൾ കാണുക. ഇവിടുത്തെ സ്റ്റാഫ് വളരെയധികം സഹകരണത്തോടെ നമ്മളുടെ സംശയങ്ങൾ തീർത്തു തരുന്നതാണ്. വിസിറ്റേഴ്സിന് അവർ പ്രത്യേക പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു തെയ്യത്തിൻ്റെ പ്രതിമകളാണ് ഇവിടെ കാണുന്നത്. എന്തോരം തെയ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇവിടെ വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും മലയാളികൾ വന്ന് കാണുക. കണ്ടവർ കാണാത്തവർ പ്രോത്സാഹിപ്പിക്കുക, പോയി കാണുക. വിദേശികൾ മാത്രം കണ്ടാൽ പോരല്ലോ, നമ്മളും കണ്ടും നമ്മുടെ പഴയ ചരിത്രങ്ങൾ അറിയണ്ടേ. വീണ്ടും തുടർന്ന് കാണാൻ ഞാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരു മ്യൂസിക് വീണ്ടും ചെയ്യുന്നു.
ഇത് കേരളത്തിൻ്റെ ഒരു മ്യൂസിയം ആണെങ്കിലും എനിക്കൊരു അഭിപ്രായം, മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയോ നല്ലൊരു ഫോട്ടോയോ ഇവിടെ ഉണ്ടോ ഞാൻ കണ്ടതായി മനസ്സിൽ വരുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്നെയും മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ, ഒരു ഫോട്ടോ ഇതിനോട് എനിക്കൊരു വിരോധമുള്ള പറയട്ടെ. രാഷ്ട്രപിതാവ് എന്ന സൂചനയോട് കൂടി നല്ല ഭംഗിയായി എല്ലാവരും കാണുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കണമെന്ന് ഒരു അഭ്യർത്ഥന എനിക്ക് ഈ മ്യൂസിയം അധികാരികളോടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ മാറ്റം സൃഷ്ടിച്ച, നമ്മുടെ കേരളത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന അതിന് മുഖ്യ കാരണക്കാരൻ നമ്മുടെ കൊച്ചിയിൽ അല്ല, കോഴിക്കോട് ആദ്യമായി കടപ്പുറത്തിറങ്ങിയ വാസ്കോ ഡി ഗാമയാണ്. ഈ വാസ്കോ ഡി ഗാമ നമ്മുടെ കേരളത്തിലും വന്ന് ഫോർട്ട് കൊച്ചിയിൽ താമസിച്ചു. കേരളത്തിൽ കൊച്ചി രാജാവിന് പല മാറ്റങ്ങളും വരുത്തിയത് അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമയും ഇവിടെ ഉണ്ടോ ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഉണ്ടെങ്കിലും അതിനും പ്രാധാന്യം കൊടുത്ത് ഇവിടെ പ്രദർശിപ്പിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇവിടെ സാരികളും കേരളത്തിൻ്റെ പല ഉൽപ്പന്നങ്ങളല്ല, കഥകളി രൂപങ്ങളും മേടിക്കാൻ കിട്ടും. അത് വളരെയധികം നല്ല ഭംഗിയുള്ളതാണ്. എല്ലാവരും മേടിക്കണമെന്നൊരു അഭ്യർത്ഥനയും എനിക്കുണ്ട്. എൻ്റെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം എൻ്റെ അടുത്ത എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി ഷെല്ലി MF. നിങ്ങൾ കാണും, എൻ്റെ കൂടെ എൻ്റെ യാത്രയിൽ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ മ്യൂസിയം നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. ഒരിക്കലും പോയാതിരിക്കരുതേ. ആ വ്യക്തി നമുക്ക് വേണ്ടി തന്ന ഈ സംഭാവന നമ്മൾ അതിന് അർഹതയുണ്ടെന്ന് കാണിക്കാൻ നമ്മളവിടെ പോകണം.